വിഷ്ണു ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് വരാം. വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കേരളത്തിലെ മാനീയ സംസ്കൃതത്തിന് ഒരു പുതിയ തുടക്കം ഇന്നു മുതൽ തുടക്കമാവുകയാണ്. പുതിയ രീതിയിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇനി മാലിന്യം 4 തരംതിരിച്ചില്ലെങ്കിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകും. ഇവ ഗൗരവമേറിയ പ്രഖ്യാപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ ഓരോ വീടും സ്ഥാപനവും ഈ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുതിയ നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായിരിക്കുകയാണ്. സർക്കാരിന്റെ പരിഷ്കരിച്ച ഖരമാലിന്യ സംസ്കൃത ചട്ടങ്ങളുടെയും സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റം. ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള അടിസ്ഥാന അറിയിപ്പ് കൈമാറി കഴിഞ്ഞു. നിയമലംഘകർക്ക് യാതൊരു ഇളവും നൽകില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വ്യക്തമായ മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകുന്നത്. ഈ പരിഷ്കാരത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അടുത്ത ഘട്ടം. എൻ്റെ 4 വർത്തമാനം എന്ന പേരിൽ അതിശക്തമായ ബോധവൽക്കരണം ാണ് നിലനിൽക്കുന്നത്. ലോകസ്ഥാനമായ ഈ ക്യാമ്പയിൻ സ്ഥാനത്തിന് തുടക്കമാവും. വരും തലമുറയുടെ ഈ യജ്ഞത്തിന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ പങ്കാളികളാവുന്നുണ്ട്. കേരളത്തിലെ ജൈവ അജൈവ ഇങ്ങനെ 3 വിഭാഗത്തിന് മാത്രമാണ് നമ്മൾ മാലിന്യങ്ങൾ ശേഖരിച്ചിരുന്നത്. എന്നാൽ ഇനി മുതൽ തടി, ചിരട്ട, ഫയമരുതുന്ന മാലിന്യങ്ങൾ എന്നിവ അതീവ അപകടകരമായ വസ്തുക്കൾ 4 തരംതിരിച്ച് ഓരോ പൗരന്റെ കടമയാണ് ഈ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത്. നിയമങ്ങൾ തെറ്റിക്കുന്ന ആൾക്കാർക്ക് ഇനി മുതൽ കർശന നടപടികളായിരിക്കും സ്വീകരിക്കുക. ഇതൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതിനും പരിപാടി നടക്കുന്നതിന് കുറഞ്ഞത് 3 ദിവസം മുമ്പെങ്കിലും അത് തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിച്ച് അനുമതി വാങ്ങിയിരിക്കണം. നിയമം കൂട്ടം കൂടുകയും മാലിന്യം തള്ളുകയും ചെയ്ത കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വരും. കെട്ടിട കേന്ദ്ര നിരീക്ഷണ കേന്ദ്ര കണ്ണുകൾ നിരീക്ഷണത്തിൽ ഉൾപ്പെടും. 10,000 തദ്ദേശ മീറ്റർ അതിൽ കൂടുതൽ വിസ്തീർണമുള്ള കെട്ടിടങ്ങൾ, 40,000 കിലോമീറ്ററുകൾ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാർ ദിവസേന മാലിന്യം പുറന്തള്ളുന്ന. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.